പ്രതിപക്ഷം പറയുന്നത് 100 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരും എന്നാണ്. അല്ല, പ്രതിപക്ഷത്ത് എങ്ങനെ പറയണം എന്ന് ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അവർക്ക് അങ്ങനെയാണ് തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാറില്ല എന്നാണ് നമുക്ക് അനുഭവം. അങ്ങനെ ഒരു മുന്നണിയാണത്. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ പൊരുത്തമില്ലാത്തൊരു മുന്നണിയാണത്. അപ്പോൾ അവർ പറയുന്ന ബാക്കി ജനങ്ങൾ വിശ്വസിക്കുമായിരിക്കും. അല്ലെങ്കിൽ വോട്ടുണ്ടെന്നവരെ അവർക്ക് ആശ്വസിക്കാൻ അതൊരു നല്ല ആയുധമാണെങ്കിൽ ലെറ്റ് ദം ഫീൽ ലൈക്ക് ദാറ്റ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 38,000 വോട്ടായിരുന്നു. ഏലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രനാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അദ്ദേഹം ഇത്തവണയും ജനവിധി തേടിയിട്ടുണ്ട്. പ്രതീക്ഷകളുമായി AK ശശീന്ദ്രന് നമുക്കൊപ്പം ചേരുകയാണ്. ഇങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളും കൂടുതൽ സീറ്റുകളും ലഭിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജനപിന്തുണയോടുകൂടി ഞങ്ങൾ ഭരണത്തിൽ തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ നിഗമനം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ഫലമായിരിക്കും 4-ാം തീയതി ഉച്ചയോടുകൂടി നാം എല്ലാം അറിയാൻ പോകുന്നത്. പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച അതെങ്ങനെയാണ് LDFന് അനുകൂലമാവുക? പോളിംഗ് ശതമാനത്തിലെ വളർച്ച ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ മാത്രമായി ഒരു മുന്നണിക്ക് മാത്രമായി പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഓരോ സ്ഥലത്തെയും സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചാണ്. കഴിഞ്ഞ തവണ എലത്തൂരിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ പകുതി പോലും UDF സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ഇത്തവണ അതായിരിക്കില്ല സ്ഥിതി. ചെറിയ മാറ്റം ഉണ്ടാകും. എന്നാൽ പോൾ ചെയ്ത വോട്ടിൻ്റെ ടോട്ടൽ എണ്ണവും വെച്ച് നോക്കുമ്പോൾ അതേ നിലവാരത്തിൽ തന്നെ തുടരാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതുന്നത്. ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഞങ്ങൾക്ക് കൂടുതൽ പഠനം ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ അതെല്ലാം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷം LDFനെതിരായി ഏകീകരണമായി ശക്തിയായി വളർന്നിട്ടുണ്ടെന്ന് കരുതാൻ ന്യായമൊന്നുമില്ല. ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കാം. ഭരണവിരുദ്ധ തരംഗം നമ്മളെവിടെയും കണ്ടില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റാണ്. അതിന് കരുത്തനായ ഒരു നേതാവും വേണമെന്ന് അവരാഗ്രഹിക്കുന്നത്. ഒരു XOR Y. അത് ഈ കേരളത്തിലെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലവും ഭരണപരിചയവും എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഭരണ സംവിധാനം പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റും സ്ട്രോങ് ലീഡറും ഉണ്ടായത് സമീപകാലത്താണ്. അത് ഈ 10 വർഷം അത് അങ്ങനെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആ സംവിധാനം തുടരണം. അപ്പോൾ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കും. ജനങ്ങൾക്ക് വേണ്ട നാട്ടിലെ പുരോഗതിയാണ്. ആ പുരോഗതിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കഴിവുറ്റൊരു നേതൃത്വമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ അവർ കാണുന്നു. ആ ഒരു അനുകൂല സാഹചര്യം മറ്റാർക്കും ഇതുവരെ ലഭിക്കുകയില്ല. അത് ഞങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. NCP 3 മത്സരിച്ചത്. അതിൽ എത്രയാണ് ജയസാധ്യത കണക്കിലാക്കുന്നത്? മലപ്പുറം ഒഴിവാക്കിയെല്ലാം ജയസാധ്യതയുള്ള സീറ്റുകൾ തന്നെയാണ്. 2 സീറ്റിൽ ഞങ്ങൾക്ക് 2 MLA-മാരുണ്ടാവുന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. സിറ്റിംഗ് MLA-മാർ 2 പേരും മത്സരിക്കുകയും ചെയ്തു. ജയിക്കും എന്നുള്ള ഉറപ്പാണ്. തുടരും. എലത്തൂരിലെ പ്രതീക്ഷ എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷത്തെ സംബന്ധിച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഭൂരിപക്ഷം നമ്പർ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നതല്ല, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയായിരിക്കും ചോദിച്ചാൽ അതങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണത്തെ അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനിടയില്ല. പിന്നെ അതിന് മാത്രം ഒരു എതിരും അനുകൂലം അവിടെ ഇല്ല. പുതിയൊരു സ്ഥാനാർത്ഥിക്ക് എതിരായോ അല്ലെങ്കിൽ എനിക്കെതിരായോ അങ്ങനെ ഒരു വികാരമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത് സ്വാഭാവികമായി UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അവർക്ക് കിട്ടും, LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എനിക്കും കിട്ടും. അതിന് ഡിഫറൻസ് ഇത്തവണത്തെ വോട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം വോട്ടർമാരുടെ എണ്ണം കുറയുകയും അതിൻ്റെ പരമായി പോളിംഗ് പെർസെൻറ്റേജ് കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ എല്ലാ പോയിന്റിലും പ്രതിഫലിക്കുമല്ലോ. അങ്ങനെ ചില പ്രതിഫലനങ്ങളുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും സാധ്യത ഞങ്ങൾ കാണുന്നില്ല. NCP അജിത് പവാർ വിഭാഗവും അവിടെ മത്സരത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 3 തവണയും AKS വോട്ട് ചോദിച്ച അതേ ചിഹ്നത്തിലാണ് PK ശശീന്ദ്രൻ അവിടെ വോട്ട് ചോദിച്ചത്. അത് എങ്ങനെയും വോട്ട് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ പോലെ ഞാൻ മത്സരിച്ചപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ചിഹ്നമാണത്. അതിനർത്ഥം ഞാൻ ഏത് ചിഹ്നത്തിലാണോ മത്സരിക്കുന്നത് അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പം ഞാൻ മത്സരിക്കുന്നത് കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിലാണ്. ആ ചിഹ്നം ജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ജനങ്ങൾ വോട്ടും ചെയ്തിട്ടുണ്ട്. വോട്ട് വിഭജിച്ച് പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ആളുകളാണ് കേരളത്തിലെയും എലത്തൂരിലെയും വോട്ടർമാരെന്ന് കരുതുന്നത് അന്യായമല്ലേ? അങ്ങനെ കരുതാൻ പാടില്ല. ഒരു ഭരണ തുടർച്ച ഉറപ്പിക്കുമ്പോൾ ഇനി വീണ്ടും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് തന്നെയാണ്. അതറിയില്ല. അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ
അത്തരം ആലോചനകളിലേക്ക് പോലും ഞങ്ങൾ പോവുള്ളൂ. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എൻ്റെ കഠിനാധ്വാനം കഴിഞ്ഞ് എല്ലാവരും ഒരു വിശ്രമ മൂഡിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിശ്രമിക്കട്ടെ, സാവധാനത്തിൽ ചിന്തിക്കാവുന്നൊരു കാര്യം. അതിനൊന്നും വലിയ കാലതാമസമൊന്നും വേണ്ട, സമയമൊന്നും വേണ്ട. പക്ഷേ ഇപ്പം ഇനി ഏതായാലും വേണ്ട, റിസൾട്ട് വരുന്നവരെ റിസൾട്ടിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ വെച്ച് എന്തെങ്കിലും പഠിക്കാനെങ്കിൽ പഠിക്കട്ടെ. അങ്ങനെ ഒരു സ്വസ്ഥമായി ഒരു ആശ്വാസം, ടെൻഷനില്ലാതെ കുറച്ച് ദിവസം അവർ പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രതിപക്ഷം പറയുന്നത് 100 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരും എന്നാണ്. അല്ല, പ്രതിപക്ഷത്ത് എങ്ങനെ പറയണം എന്ന് ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അവർക്ക് അങ്ങനെയാണ് തോന്നിയത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവർ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാറില്ല എന്നാണ് നമുക്ക് അനുഭവം. അങ്ങനെ ഒരു മുന്നണിയാണത്. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ പൊരുത്തമില്ലാത്തൊരു മുന്നണിയാണത്. അപ്പോൾ അവർ പറയുന്ന ബാക്കി ജനങ്ങൾ വിശ്വസിക്കുമായിരിക്കും, അല്ലെങ്കിൽ വോട്ടുണ്ടെന്നവരെ അവർക്ക് ആശ്വസിക്കാൻ അതൊരു നല്ല ആയുധമാണെങ്കിൽ ലെറ്റ് ദം ഫീൽ ലൈക്ക് ദാറ്റ്. എല്ലാം ഒരു സ്വപ്നം മാത്രമായി ഒതുങ്ങും എന്ന് തന്നെയാണോ? അത് യാഥാർത്ഥ്യമായിട്ടൊരു പൊരുത്തമില്ലാത്തതാണ് പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദം. വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എലത്തൂരിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല, മാത്രമല്ല സംസ്ഥാനത്ത് ഇടത് തരംഗമാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.